മലങ്കര കാത്തലിക് ടിവിയുടെ കൃപ നിറയുന്ന കുടുംബങ്ങൾ എന്ന പരമ്പരയിലേക്ക് സ്വാഗതം. പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ ഒരു പങ്ക്തിയിൽ കുടുംബം അതിൻ്റെ തനതായ രീതിയിൽ നന്മ കൊടുക്കുന്നതിന് വലിയ കരുണയുടെ ഇടം ഓരോ കുടുംബത്തിലും കണ്ടെത്തണം എന്നാണ് നാം സംസാരിച്ചത്. കുടുംബത്തിൽ വേദനിക്കുന്ന, നീറി ജീവിതം തള്ളി നീക്കുന്ന ആളുകളുടെ സാന്നിധ്യം ഇല്ലാതാകണമെങ്കിൽ, കുടുംബം സന്തോഷം നൽകുന്ന വലിയ ദൈവസാന്നിധ്യത്തിൻ്റെ ഇടമാകണമെന്ന് വരികിൽ അവിടെ വലിയ അളവിൽ സ്നേഹം പങ്കുവയ്ക്കപ്പെടണം, കരുണ പങ്കുവയ്ക്കപ്പെടണം, അത് കൃപയുടെ കൂടാരമായി തീരണം. പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും, കലഹമുള്ള കുടുംബങ്ങളെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് അവിശ്വസ്തത കുടുംബത്തിൽ കൊടികുത്തി വാഴുന്നത്, എന്തുകൊണ്ടാണ് കുടുംബത്തിൽ സമാധാനമില്ലാതെ പോകുന്നത് എന്നന്വേഷിക്കുമ്പോൾ അടിസ്ഥാനപരമായ ഒരു കാരണം അജ്ഞതയാണ് എന്ന് കണ്ടെത്താൻ സാധിക്കും. കുടുംബത്തെ സംബന്ധിച്ച്, കുടുംബാംഗങ്ങളെ സംബന്ധിച്ച്, അവരുടെ ജീവിത സാഹചര്യങ്ങളെ സംബന്ധിച്ച് ശരിയായ ധാരണയില്ലാതെ പോകുന്ന അജ്ഞത കൊണ്ട് ശ്രദ്ധിക്കേണ്ട പല മേഖലകളും ഭാര്യയും ഭർത്താവും മക്കളും ശ്രദ്ധിക്കാതെ പോകുന്നത് കുടുംബത്തിൻ്റെ കെട്ടുറപ്പിനെ സാരമായിട്ട് ബാധിക്കും. ഏത് സാഹചര്യത്തിലും അജ്ഞത അശ്രദ്ധയ്ക്ക് വഴിതെളിക്കും. ശ്രദ്ധയില്ലാത്ത സാഹചര്യം അഹന്തയോടുകൂടി പെരുമാറുന്നതിന് പ്രേരിപ്പിക്കും എന്ന കാര്യവും നമുക്കറിയാം. അതുകൊണ്ട് ഒരു കുടുംബ അന്തരീക്ഷത്തിൽ നിന്ന് നാം നോക്കുമ്പോൾ അജ്ഞത അഹന്തയിലേക്കും അശ്രദ്ധയിലേക്കും, ആ അശ്രദ്ധ അഹന്തയുടെ പൊടിപടലം കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോഴേക്കും ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും പരസ്പരം കുറ്റപ്പെടുത്തി കുടുംബത്തെ ഇല്ലാത്ത ഒരു വല്ലാത്ത സാഹചര്യത്തിലേക്ക് രൂപപ്പെടുത്തി കൊണ്ടുപോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് കുടുംബ കലഹങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ അജ്ഞതയാണ്. ഭാര്യയെ തിരിച്ചറിയാത്തത്, ഭാര്യയുടെ കുടുംബത്തെ തിരിച്ചറിയാത്തത്, ഭർത്താവിനെ മനസ്സിലാക്കാത്തത്, ഭർത്താവിൻ്റെ കുടുംബ സാഹചര്യങ്ങളെയും ജീവിത സാഹചര്യങ്ങളെയും തിരിച്ചറിയാത്തതാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ കലഹം ഉള്ള അസ്വസ്ഥമായിരിക്കുന്ന കുടുംബത്തിലുള്ള ദമ്പതികളോട് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, ഒരു 10 മിനിറ്റ് സംസാരിക്കുമ്പോഴേക്കും നമ്മൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് വിളിച്ച് സംസാരിക്കുമ്പോൾ ജീവിത പങ്കാളിയുടെ കുറ്റം, ജീവിത പങ്കാളിയുടെ കുടുംബത്തിലുള്ള ബന്ധുക്കളുടെ കുറ്റം അണമുറിയാതെ പറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ പരസ്പരം പഴിചാരിയുള്ള ഒരു ജീവിതക്രമം നമ്മുടെ കുടുംബത്തെ അസ്വസ്ഥമാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇങ്ങനെ പഴിചാരൽ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളുകൾ അത് വലുതാക്കി കുടുംബജീവിതം കുറേക്കൂടെ ദുസ്സഹമാക്കി തീർക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിനെന്താണ് പരിഹാരം? ഇതിൻ്റെ പരിഹാരം നമ്മൾ കുറച്ചുകൂടി ഇൻക്ലൂസീവ് ആവുക എന്നുള്ളതാണ്. ആളുകളെ ചേർത്ത് നിർത്തത്തക്കവണ്ണം മനസ്സിനെ വിശാലമാക്കുക എന്നുള്ളതാണ്. മനസ്സിന് അല്പം കൂടി വലിപ്പം ഇടം കൊടുക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, പലപ്പോഴും സോളമനെ സംബന്ധിച്ച് പറയുന്ന കാര്യം ഇതാണ്. സോളമന് 1 രാജാക്കന്മാർ 4:29 കൃത്യമായിട്ട് പറയുന്നുണ്ട്, സോളമന് ദൈവം നൽകിയത് എന്താണ്? സോളമന് ദൈവം കടൽത്തീരം പോലെ ഒരു ഹൃദയം കൊടുത്തു, കടൽത്തീരം പോലെ ഒരു മനസ്സ് കൊടുത്തു. നമ്മൾ എത്രയേറെ ആളുകൾ വന്നാലും സ്വീകരിക്കത്തക്ക വിധത്തിൽ, ചേർത്ത് നിർത്തത്തക്ക വിധത്തിൽ, നമ്മുടെ ജീവിത പങ്കാളിയെയും മക്കളെയും ചേർത്ത് നിർത്തത്തക്ക വിധത്തിൽ മനസ്സിലേക്ക് ഒരല്പം വെളിച്ചം കൊടുക്കുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് നല്ല കുടുംബം രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് സാധിക്കുക. ഇവിടെ 3 കാര്യങ്ങൾ എടുത്തു പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിലൊന്നാമത്തേത്, ഒരു ഉദാഹരണം പറയാം. നമ്മുടെ വീട്ടിൽ നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ നമുക്ക് അത്യാവശ്യമുള്ള 4-5 പേരുള്ള കുടുംബത്തിൽ 5 കസേരകളുണ്ട്. നമ്മൾ പ്രഭാത ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് നമ്മുടെ കുടുംബത്തിലേക്ക് ഒരാൾ കടന്നു വരുന്നത്. കോളിംഗ് ബെൽ അടിച്ചു. നമ്മൾ തുറന്നു നോക്കുമ്പോഴേക്കും ഒരു അതിഥിയാണ്. വിളിച്ചു. നമുക്കത്ര പരിചയമില്ലാത്ത ആളാണ്, എങ്കിലും അകത്ത് വിളിച്ചിരുത്തി സംസാരിച്ചു. പ്രഭാത ഭക്ഷണ സമയമല്ലേ, നമ്മൾ പറഞ്ഞു വന്നിരിക്കൂ ഭക്ഷണം കഴിക്കാം എന്ന് പറയുന്നു.
നമ്മൾ എവിടെ നിന്നെങ്കിലും ഒരു കസേര കൊണ്ടുവന്ന് നമ്മൾ കസേരകൾ ക്രമീകരിച്ച് ഒരാൾക്ക് കൂടി ഇരിക്കത്തക്കണം ക്രമീകരിച്ച് ആളിനെ അവിടെ ഇരുത്തി കഴിയുമ്പോൾ ഈ അക്കോമഡേഷനാണ്, ഈ ആളിനെക്കുള്ള ഉൾക്കൊള്ളലാണ്, ഈ ആളിനെ ചേർത്ത് നിർത്തുന്നതാണ് നമ്മൾ അവയിലുമായിട്ട് ആ വ്യക്തിയുമായി ചേർന്ന് നിൽക്കുന്നതിന് സഹായിക്കുന്ന, മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്ന വലിയ ഘടകം എന്ന് നമുക്ക് കാണാം. അതുകൊണ്ട് ഈ ഒരു അക്കോമഡേഷൻ ഉണ്ടായില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഇയാളിനെ സ്വീകരിക്കാൻ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? അന്യനായി പുറത്തു നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ജീവിത പങ്കാളി, കുടുംബത്തിൽ ഭാര്യ, ഭർത്താവ്, മക്കൾ, ഇരു കൂട്ടരുടെയും ബന്ധുക്കൾ കടന്നു വരുമ്പോൾ, നമ്മൾ ഓരോരുത്തരും പരസ്പരം കാണുമ്പോൾ ഈ അക്കോമഡേഷൻ്റെ ഒരു സാഹചര്യം രൂപപ്പെടേണ്ടതുണ്ട്. മനസ്സോടുകൂടി അല്പം അസൗകര്യങ്ങൾ സ്വീകരിച്ച് അവരെ വന്നിരിക്കൂ എന്ന് പറഞ്ഞ് ജീവിതത്തിലേക്ക്, തീന്മേശയിലേക്ക്, ഭക്ഷണമേശയിലേക്ക് സ്വീകരിക്കുന്നത് പോലെ അവരെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്തുന്നതിന് നമുക്ക് സാധിക്കണം. എവിടെ അക്കോമഡേഷൻ നടന്നാലും നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും, ഒരു അഡാപ്റ്റേഷൻ പ്രോസസ്സ് അവിടെ നടക്കും. ഈ അക്കോമഡേറ്റ് ചെയ്യപ്പെടുന്ന ആളിന് വേണ്ടിയിട്ട് നമ്മൾ ചില ക്രമീകരണങ്ങൾ ചെയ്യും. അവർക്ക് വേണ്ടി നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ക്രമീകരിക്കും. ഇന്ന് രാത്രിയിൽ അന്തി ഉറങ്ങേണ്ടതുണ്ടെന്ന് വരികിൽ അതിന് തക്കോണം ക്രമീകരിക്കും. ഇന്ന് ഭക്ഷണം കൊടുക്കേണ്ടതുണ്ടെന്ന് വരികിൽ അതിന് തക്കോണം ക്രമീകരിക്കും. ഇന്ന് അല്പനേരം സംസാരിക്കണമെങ്കിൽ അതിന് തക്കോണം നമ്മൾ ക്രമീകരിക്കും. ഇപ്രകാരം ഒരു അഡാപ്റ്റേഷൻ പ്രോസസ്സ് അക്കോമഡേഷനോട് ചേർന്ന് ജീവിതത്തിൽ എപ്പോഴും സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് കുടുംബം രൂപപ്പെടുത്തിയെടുക്കുമ്പോൾ നടക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ അക്കോമഡേറ്റ് ചെയ്യത്തക്കവണ്ണം മനസ്സിനെ കുറച്ചുകൂടി വിശാലമാക്കി, കുറച്ചുകൂടി വെളിച്ചം പകർന്ന് ഏത് ആളുകളെയും സ്വീകരിക്കാൻ സാധിക്കുന്നവണ്ണം അഭിപ്രായ വ്യത്യാസമുള്ള ജീവിത പങ്കാളിയെയും ചേർത്തണയ്ക്കുന്നതിന് സാധിക്കത്തക്ക വിധത്തിൽ നമ്മുടെ കുടുംബത്തെ നാം ക്രമീകരിക്കണം, മനസ്സിനെ ക്രമീകരിക്കണം. ഈ മനസ്സിനെ ക്രമീകരിച്ച് കഴിയുമ്പോഴാണ് ഒരു അഡാപ്റ്റേഷൻ പ്രോസസ്സിലേക്ക്, ഒരു പ്രക്രിയയിലേക്ക് നമ്മൾ പ്രവേശിക്കുക. നമ്മൾ ഈ കടന്നു വരുന്ന നാം സ്വീകരിച്ച ഒരുപക്ഷെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്ന സമയത്ത് പോലും അവളെ ചേർത്ത് പിടിച്ച് നിർത്തുന്ന ഒരു സാഹചര്യത്തിൽ അത് സ്വല്പം കഴിയുമ്പോഴേക്കും എന്താ സംഭവിക്കുക? മഞ്ഞുരുകി ആ സൗഹൃദത്തിൻ്റെ പുതിയൊരു അന്തരീക്ഷം എടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയാണ് മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നത്. അത് അഡോപ്ഷനാണ്. നമ്മൾ സ്വീകരിക്കും, നമ്മുടേതായി സ്വീകരിക്കും, ജീവിതത്തിൻ്റെ ഭാഗമായി സ്വീകരിക്കും, എല്ലാ കുറവുകളോടും കൂടി സ്വീകരിക്കും. ഇപ്രകാരം സോളമന് വിശാലമായ കടത്തീരം പോലെ മനസ്സ് കൊടുത്തതുപോലെ നമ്മുടെ ഹൃദയത്തിലും ഒരു വലിയ മനസ്സിൻ്റെ വലിപ്പം രൂപപ്പെടുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇനി രണ്ടാമത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഉള്ള പ്രയാസങ്ങൾ, കലഹത്തിൻ്റെ അന്തരീക്ഷം, ചേർച്ചയില്ലായ്മയുടെ സാഹചര്യം, നാം കരുതരുത് അത് അവരിരുവരെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമാണെന്ന്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ പുതിയ തലമുറയാണ്, നമ്മുടെ കുഞ്ഞുങ്ങളെയാണ്, തലമുറയെ ബാധിക്കുന്നതാണ് നാം തിരിച്ചറിയണം. അതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹമായിരിക്കുക എന്ന് പറയുന്നത് അവർ തമ്മിൽ മാത്രം സ്നേഹമായിരിക്കുന്ന സാഹചര്യമല്ല, തലമുറകളെ സ്വാധീനിക്കുന്ന വലിയ ഘടകമാണ്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വളരെ ഭംഗിയായിട്ട് ഇത് പറയുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇടർച്ച കൊടുക്കരുത്. നമ്മൾ പുതിയ നിയമത്തിൽ യേശുവിൻ്റെ സന്ദേശം മുഴുവനും, സുവിശേഷങ്ങൾ മുഴുവനും സൂചിപ്പിക്കുന്നത് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കുടുംബത്തെ രൂപപ്പെടുത്തിയെടുക്കുകയാണ്. ഭാര്യ ഭർത്താക്കന്മാർ ഒരു ശരീരമാകുമെന്ന്, അവർ 2 കുടുംബങ്ങളും വിട്ട് ഒന്നായിത്തീരുമെന്നൊക്കെ പറയുമ്പോൾ, അവർ പരസ്പരം വേർവീരരുത് എന്ന് പറയുമ്പോൾ, അവർ ഒന്നായി ജീവിക്കേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ, ഇതെല്ലാം ഉദ്ദേശിക്കുന്നതും ശ്രദ്ധിക്കുന്നതും ഈ കുഞ്ഞുങ്ങളോടുള്ള വലിയ കരുതലാണ്. അത് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ വളരെ ഭംഗിയായിട്ട് വിവരിച്ചിട്ടുണ്ട്. ഇടർച്ച ഉണ്ടാക്കുന്നവൻ്റെ കഴുത്തിൽ തിരികല്ല് കെട്ടി സമുദ്രത്തിൽ ആഴക്കടലിൽ എറിയുന്നതാണ് കുറച്ചുകൂടെ ഭേദം എന്ന് പറയുന്നതിനേക്കാൾ പ്രകടമായിട്ട് വ്യക്തമായിട്ട് എങ്ങനെയാണ് പറയുക? അതുകൊണ്ട് നമ്മുടെ പുതിയ തലമുറ അത് സമ്പന്നമായിരിക്കത്തക്കവണ്ണം, നല്ല കുഞ്ഞുങ്ങൾ ആരോഗ്യത്തോടുകൂടി, മാനസിക ബലത്തോടുകൂടി, നല്ല ദൈവാശ്രയത്തോടുകൂടി രൂപപ്പെട്ടു വരുന്നതിന് തീർച്ചയായിട്ടും കുറെക്കൂടെ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഒരു യാത്രയ്ക്ക് പോവുകയാണ്. ഒരു യാത്രയ്ക്ക് പോകാൻ തുടങ്ങുമ്പോൾ, യാത്ര തുടങ്ങി
ഒരു 3 ദിവസത്തെ യാത്രയ്ക്ക് പോകാനുള്ള ഒരുക്കമാണ്. സുഹൃത്തുക്കളെ കൂട്ടി യാത്ര തുടങ്ങി ഒരു 2 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴാണ് സുഹൃത്ത് പറയുന്നത്, എൻ്റെ ബാഗ് എടുക്കാൻ മറന്നുപോയി എന്ന് പറയുന്നത്. വണ്ടി തിരിച്ചു വിടുക. നമ്മളെന്ത് ചെയ്യും? വളരെ സന്തോഷമായി ഉല്ലാസമായി തിരിച്ചു വിടുന്നതും ഒരാഘോഷമാക്കും. നമ്മൾ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോകുന്നു. ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴേക്കും എൻ്റെ സുഹൃത്തിൻ്റെ കയ്യിൽ നിന്നും ഒരു അപകടമുണ്ടാകുന്നു. പ്ലേറ്റ് തറയിലേക്ക് വീഴുന്നു, ഗ്ലാസ് തട്ടി മറിക്കുന്നു. അതും നമ്മൾ ആഘോഷമാക്കും. ഈ 2 സാഹചര്യത്തിലും നമ്മുടെ ജീവിത പങ്കാളി എടുത്തു വെച്ച് നോക്കുക. നമ്മുടെ യാത്രയ്ക്ക് കുടുംബമായിട്ട് യാത്ര തുടങ്ങി അല്പം കഴിയുമ്പോഴേക്കാണ് ഭാര്യ പറയുന്നത്, അയ്യോ എൻ്റെ ഫോൺ എടുത്തില്ല, എൻ്റെ ബാഗ് എടുത്തില്ല എന്ന് പറയുമ്പോൾ ഈ സുഹൃത്തിനോട് പറഞ്ഞ പോലെയാണോ നമ്മൾ ഭാര്യയോട് നമ്മൾ പെരുമാറുക? ഹോട്ടലിൽ പെരുമാറുമ്പോഴേക്കും നിനക്ക് അന്തസ്സായിട്ട് ഇടപെടാൻ അറിയില്ല, പെരുമാറാൻ അറിയില്ല എന്ന് പറഞ്ഞ് ശാസിക്കാനുള്ള സാധ്യതയല്ലേ കൂടുതലും ഉണ്ടാവുക? അപ്പോൾ നാം തിരിച്ചറിയണം, പ്രണയത്തിനപ്പുറത്ത് ജീവിതത്തെ ഹൃദ്യമാക്കുന്നതിൽ മറ്റെന്തോ ഒരു ഘടകമുണ്ട്. ആ ഘടകമാണ് സൗഹൃദം എന്ന് പറയുന്നത്. സൗഹൃദം, പ്രണയം വളരെ ക്ഷണികമായിട്ടുള്ള ഒന്നാണെന്ന് വരികിൽ സൗഹൃദം കുറെ കൂടെ ആഴത്തിലുള്ളതാണ്. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 15 പറയുന്നുണ്ട്, ഞാൻ ഇനി നിങ്ങളെ ദാസന്മാരെന്നല്ല വിളിക്കുക, സുഹൃത്തുക്കൾ എന്ന് വിളിക്കും. കാരണം എന്താണ്? ജീവിതത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനിടയിലുള്ള ഈ സൗഹൃദത്തിൻ്റെ തലം കണ്ടെത്താൻ കഴിയുമ്പോഴാണ് ഏത് വീഴ്ചയും ഏത് കുറവും അത് കാര്യമാക്കാതെ കണ്ടെത്തുന്നതിന്, അത് കാര്യമാക്കാതെ മുന്നോട്ട് പോകുന്നതിന് സഹായിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനി മുതൽ സുഹൃത്തുക്കളായി തീരണം. ഇനി മുതൽ സൗഹൃദങ്ങൾ പങ്കുവെക്കണം. ഇനി മുതൽ സുഹൃത്തിൻ്റെ ആഴത്തിലേക്ക്, പ്രണയത്തിൻ്റെ ക്ഷണികമായിട്ടുള്ള സാഹചര്യങ്ങളല്ല, അതിനപ്പുറത്ത് സുഹൃത്തിൻ്റെ തലത്തിലേക്ക് ചേർത്ത് പിടിക്കാൻ കഴിയുമ്പോഴാണ് ഏത് വീഴ്ചയും നിസ്സാരമായിട്ട് കാണുന്നതിനും ആഘോഷമാക്കി മാറ്റുന്നതിനും നമുക്ക് സാധിക്കുക. ഇതോടൊപ്പം ഈ അകൽച്ചകളുടെ ഒക്കെ തുടക്കം ഇവിടെ നിന്നാണ്. ഞാനുമായി സംസാരിച്ചിട്ടുള്ള ധാരാളം ദമ്പതികളുടെ സാഹചര്യങ്ങൾ എടുത്തു വെച്ച് പഠിച്ചപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യമുണ്ട്. എവിടെയാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ അകൽച്ച ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? എവിടെയാണത് ആരംഭിക്കുക? എന്നെ കേൾക്കുന്ന നിങ്ങളിൽ വിവാഹം കഴിക്കാത്ത ചെറുപ്പക്കാർ ഉണ്ടാവും. വിവാഹം കഴിച്ചവരാണെങ്കിൽ പോലും പ്രശ്നമില്ല. നിങ്ങൾ ഒരു പൊതു ചടങ്ങിൽ ഒരു സ്ഥലത്ത് പോകുന്നിരിക്കട്ടെ, നിങ്ങളുടെ അയൽപക്കത്ത് പുതിയൊരു താമസക്കാർ വന്നെന്നിരിക്കട്ടെ, നിങ്ങളുടെ കല്യാണത്തിനോ വിരുന്നിനോ സൽക്കാരത്തിനോ പോയതിരിക്കട്ടെ, സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടിയെ, നല്ല സൗന്ദര്യമുള്ള ഒരു യുവാവിനെ നിങ്ങൾ കാണുമ്പോൾ അറിയാതെ നമ്മൾ നോക്കും. ഇത് നോക്കാത്ത ആരാ ഉള്ളത്? വളരെ അപൂർവമായി ആരെങ്കിലും പറയുമായിരിക്കും, ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല എന്ന് പറയുമായിരിക്കും. ഞാൻ ഈ കഴിഞ്ഞ ഒരു സമയത്ത് IT മേഖലയുമായി ബന്ധപ്പെട്ട് ക്ലാസ് എടുക്കാൻ പോയപ്പോൾ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ക്ലാസ് ബോറായി പോകാതിരിക്കാൻ എനിക്ക് തമാശകൾ പറയുമ്പോൾ വളരെ സീരിയസ് ആയിട്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് അവർ വളരെ സീരിയസ് ആയിട്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, വൈ യു ആർ നോട്ട് ലാഫിങ്? മനുഷ്യൻ ചോദിച്ചു, വൈ ഷുഡ് ഐ ലാഫ്? ഞാൻ ചോദിച്ചു, വാട്ട്സ് യുവർ നെയിം? അങ്ങയുടെ പേരെന്താണ്? വൈ വെങ്കടേഷ്. അവിടെയും ഒരു വൈ കൊടുത്തത് യാദൃശ്യമല്ല എന്ന് ഞാൻ കരുതി. ഈ ജീവിതത്തിൽ അത്ഭുതം എന്ന് പറയുന്ന ഒരു സാധ്യത കൈവിട്ടു പോകുന്ന ആളുകളുണ്ട്. നാം ശ്രദ്ധിക്കുന്നെങ്കിൽ ജീവിതത്തിൻ്റെ ഓരോ തലവും അത്ഭുതത്തിൻ്റേതായിട്ടുള്ളതാണ്. നിങ്ങൾ രണ്ടാമത് ശ്വസിക്കുന്നതിൻ്റെ ഒരു അത്ഭുതമല്ലേ? നമ്മുടെ ജീവിതത്തിൽ ദൈവം ക്രമീകരിക്കുന്ന ഓരോ ക്രമീകരണങ്ങളും ദൈനംദിന ജീവിത വ്യാപാരങ്ങളും ഈ അത്ഭുതത്തിൽ ചേർത്ത് നിർത്തി വായിക്കാവുന്നതാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു പെൺകുട്ടിയെ കാണുന്നെങ്കിൽ, സൗന്ദര്യമുള്ള യുവാവിനെ കാണുന്നെങ്കിൽ ഒന്ന് നോക്കുന്നു എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. അത് അഭിനന്ദിക്കുന്നു എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമാണ്. ഇങ്ങനെ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. നമ്മളങ്ങനെ കണ്ടു പോയി നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നില്ല. പക്ഷേ ഈ സ്ത്രീയോ ഈ യുവാവോ യുവതിയോ വീണ്ടും വീണ്ടും കാണാനുള്ള സാധ്യത ഉണ്ടായാൽ, ഒരു പ്രോക്സിമിറ്റി ഉണ്ടായാൽ, സാമീപ്യം ഉണ്ടായാൽ, നമുക്കറിയാതെ ഈ സ്ത്രീയോട് പുരുഷനോട് ഒരു അടുപ്പമുണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ അടുപ്പത്തിൽ നമുക്ക് സംസാരിക്കണം എന്ന് തോന്നും. നാം പറയും, ഒരു ചായ കുടിച്ചാലോ, ഒരു ഐസ്ക്രീം കഴിച്ചാലോ,
ഈ പാർക്ക് വരെ പോയാലോ, ഒരു സിനിമയ്ക്ക് പോയാലോ, അവൾ അല്ലെങ്കിൽ അവൻ തയ്യാറാകുന്ന ഒരു തലത്തിനെയാണ് റെസിപ്രോസിറ്റി എന്ന് പറയുക. പരസ്പരം രണ്ടുപേരും തയ്യാറാവുന്നു. ഈ ആകർഷണത്തിൻ്റെ തലത്തിലേക്ക് വരുന്നതിന് ഈ യുവാവും യുവതിയും തയ്യാറാകുന്ന ഒരു പരസ്പര അടുപ്പത്തിൻ്റെ ഒരു തലം ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ തലച്ചോറിൽ ഡോപ്പമൈൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ രൂപപ്പെടും. വാസ്തവത്തിൽ പല പ്രണയ വിവാഹങ്ങളും പ്രണയബന്ധങ്ങളും തീവ്രമായ ബന്ധമായി മാറിപ്പോകുന്നതിന് പിന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ഫിസിക്കൽ അട്രാക്ഷനും അത് കഴിഞ്ഞുള്ള പ്രോക്സിമിറ്റിയും റെസിപ്രോസിറ്റിയും കഴിഞ്ഞിട്ട് വരുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഈ ഒരു ഡോപ്പമൈൻ്റെ പ്രവർത്തനത്തിൽ ഇവരെന്ത് ചെയ്യുന്നു? ഇവരൊന്നിൽ ഒളിച്ചോടി പോകുന്നു, അല്ലെങ്കിൽ ഇവർ വിവാഹം കഴിക്കുന്നു, നിർബന്ധപൂർവ്വം വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. ഈ കഴിഞ്ഞ ഒരു സമയത്ത് 2-1.5 വർഷമായപ്പോഴേക്കും ഈ പെൺകുട്ടി ഈ യുവാവുമായിട്ട് സമീപിച്ചിട്ട് പറഞ്ഞു, നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, അവസാനിപ്പിക്കണം, മതിയായി, ജീവിതം മടുത്തു പോകുന്നു. വാസ്തവത്തിൽ എന്താണ് ഒരു 1.5 വർഷം 2 വർഷമാകുമ്പോഴേക്കും വിവാഹം കഴിക്കുന്ന ആളുകൾക്ക് ഈ ഒരു അകൽച്ച ഉണ്ടാകുന്നത്? വിവാഹം നിശ്ചയം കഴിഞ്ഞ് 1 മാസത്തെ ഗ്യാപ്പിനിടയിൽ എത്രയോ പ്രാവശ്യമാണ് ഇവർ വീണ്ടും ആവർത്തിച്ച് വിളിച്ചത്? എത്ര പ്രാവശ്യമാണ് വാട്സപ്പ് വീഡിയോയിൽ പരസ്പരം കാണുകയും ആശയങ്ങൾ പങ്കുവെക്കുകയും ചെയ്തത്? എത്ര പ്രാവശ്യമാണ് ഒന്നുകൂടി കാണാൻ ആഗ്രഹിച്ചത്? യുവാവ് ചോദിക്കുന്നു, നീ ഇവിടെ ഒന്ന് ഇറങ്ങി നിൽക്കാമോ, നിന്നെ ഒന്ന് കാണാൻ? നീ ഒന്നുകൂടി ഇവിടെ വരുന്ന് വരാമോ, എനിക്കൊന്ന് കാണാൻ? ഈ വലിയ വ്യഗ്രതയിൽ യുവാവും യുവതിയും പരസ്പരം ഒരു വിവാഹ നിശ്ചയം കഴിഞ്ഞുള്ള ആദ്യത്തെ കുറച്ച് നാളുകൾക്കുള്ളിൽ തീവ്രമായ ഒരു ബന്ധത്തിലേക്ക് വരുമ്പോഴേക്കും ഡോപ്പാമൈൻ്റെ പ്രവർത്തനം കൊണ്ട് ലോകത്തെ ഏറ്റവും സൗന്ദര്യമുള്ള, ലോകത്തെ ഏറ്റവും ഭംഗിയുള്ള, ഏറ്റവും നന്മയുള്ള ആളുകളായി പരസ്പരം ആരോപിച്ച് സ്നേഹമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എന്തുകൊണ്ട് ഈ ബന്ധം നിലനിർത്താൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് കുറച്ച് കഴിയുമ്പോഴേക്കും അവർക്ക് ജീവിതത്തിൻ്റെ വിരസത കാര്യമായിട്ട് തോന്നുന്നു? വാസ്തവത്തിൽ ഇവിടെയാണ് വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടത്. ഡോപ്പമൈൻ എന്ന് പറയുന്ന കെമിക്കലിൻ്റെ ഒരു സവിശേഷത ഏതാണ്ട് 15 തൊട്ട് 18, 19 മാസങ്ങളാകുമ്പോഴേക്കും അതിൻ്റെ പ്രവർത്തനം ക്രമാനുഗതമായി കുറഞ്ഞു വരും. സാധാരണ നിലയിൽ ഒരു 20 മാസം അല്ലെങ്കിൽ 2 വർഷത്തിനപ്പുറം ഡോപ്പമൈൻ്റെ പ്രവർത്തനം നിൽക്കുക വളരെ അസാധ്യമാണ്. ഡോപ്പമൈൻ കുറയുന്നതോടുകൂടി രൂപപ്പെടേണ്ട ഈ ഡോപ്പമൈൻ്റെ പാഷൻ നഷ്ടപ്പെട്ടു തുടങ്ങുമ്പോഴേക്കും രൂപപ്പെടേണ്ട ഒന്നാണ് ഇവർ പരസ്പരമുള്ള വലിയ ഇൻറ്റിമസി, വലിയ അടുപ്പം എന്ന് പറയുന്നത്. ഈ അടുപ്പം രൂപപ്പെടണം. വിവാഹ നിശ്ചയം കഴിഞ്ഞ് ഒരു കൂദാശയായി ദേവാലയത്തിൽ ക്രിസ്തുവിനെ സാക്ഷി നിർത്തി ബന്ധത്തിലേക്ക് വരുന്ന ഈ ഭാര്യയും ഭർത്താവും, ഈ യുവമിഥുനങ്ങൾ, ഈ നവദമ്പതികൾ, അവർ ഡോപ്പമൈൻ്റെ വലിയൊരു ആവേശത്തിൽ ഈ ഹണിമൂൺ ദിവസങ്ങൾ, ആദ്യ മാസങ്ങൾ ഉല്ലാസത്തോടുകൂടി ആർത്തുല്ലസിച്ച് ഒന്നായി ചേർന്ന് പോയി കഴിഞ്ഞ് 6 മാസം കഴിയുമ്പോഴേക്കും, 1 വർഷം കഴിയുമ്പോഴേക്കും പരസ്പരം മടുത്തു പോകുന്നെങ്കിൽ നമ്മൾ അറിയണം, എവിടെയോ ഈ പാഷൻ നഷ്ടപ്പെടുന്നതിനനുസരിച്ച് ഇൻറ്റിമസി എന്ന് പറയുന്ന അടുപ്പം, ഇഴയടുപ്പമുള്ള ബന്ധം രൂപപ്പെടുന്നതിൽ എവിടെയോ അവർക്ക് സാധ്യത നഷ്ടപ്പെട്ടു പോയി എന്ന് നാം തിരിച്ചറിയണം. നമ്മുടെ പഴയ മാതാപിതാക്കൾ, മുത്തച്ഛനും വല്യപ്പച്ചനും വല്യമ്മച്ചിമാരെയും നമ്മൾ നോക്കണം. വളരെ പ്രായമാകുമ്പോൾ അവർ കാപ്പി കുടിക്കാനിരിക്കുമ്പോഴായിക്കോട്ടെ, വെറുതെ പ്രകൃതിയിലേക്ക്, പ്രപഞ്ചത്തിലേക്ക് നോക്കിയിരിക്കുമ്പോഴാകട്ടെ, സുഖമില്ലാതെ കട്ടിലിൽ അവർ ചേർന്നിരിക്കുമ്പോഴാകട്ടെ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും അവർക്കുള്ള ഒരു ആത്മബന്ധം, അടുപ്പം നമ്മുടെ പുതിയ തലമുറയിൽ നഷ്ടപ്പെട്ടു പോകുന്നെങ്കിൽ എവിടെയോ തകരാറുണ്ട് എന്ന് നാം തിരിച്ചറിയണം. ഇക്കാര്യത്തിൽ എൻ്റെ ഒരു ബോധ്യം എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഈ പാഷൻ നഷ്ടപ്പെട്ടു തുടങ്ങുമ്പോഴേക്കും നമ്മുടെ റിലേഷൻഷിപ്പിൽ ഇൻറ്റിമസി ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ, അടുപ്പം ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ, നമ്മുടെ ഒരു 10 പോയിൻറ്റിൻ്റെ സ്കെയിൽ വെച്ച് പരിശോധിക്കുകയാണെന്ന് വരികിൽ ഇൻറ്റിമസി രൂപപ്പെടാത്ത ഇടങ്ങളിൽ എപ്പോഴും അവരുടെ സ്കോറ് 4 താഴെയായിരിക്കും. ഇൻറ്റിമസി രൂപപ്പെടുന്ന ഇടങ്ങളിൽ അവരുടെ സ്കോർ എപ്പോഴും 8 മുകളിലായിരിക്കും. അതുകൊണ്ട് വിവാഹ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ആദ്യത്തെ നാളുകളിൽ പരസ്പരം കണ്ട് ഈ പ്രോക്സിമിറ്റിയിലൂടെ, അടുപ്പത്തിലൂടെ, സ്നേഹത്തിലൂടെ, ഡോപ്പാമൈൻ്റെ കെമിക്കൽ പ്രവർത്തനത്തിലൂടെ, ബ്രെയിനിലുള്ള രാസപ്രവർത്തനത്തിലൂടെ വലിയ ആവേശത്തിൻ്റെ തിരത്തള്ളൽ കെട്ടടങ്ങും മുമ്പ് ഇവർ തമ്മിലുള്ള ഒരു വലിയ ബന്ധം രൂപപ്പെടേണ്ടതുണ്ട്.
എന്നിട്ടെന്താണ് എല്ലാ ദമ്പതികളെ സംബന്ധിച്ചും രൂപപ്പെടാതെ പോകുന്നത്? നമ്മൾ ഗൗരവമായി എടുക്കേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ഞാനിത് സംസാരിക്കുന്നത് വിവാഹം കഴിച്ചിട്ടുള്ള, അടുത്ത നാളുകളിൽ വിവാഹം കഴിക്കാൻ കാത്തിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളോടും അവരുടെ മാതാപിതാക്കളോടുമാണ്. മാതാപിതാക്കൾക്ക് ഇക്കാര്യത്തിൽ വലിയ പങ്കുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. സാധാരണ വിവാഹം കഴിയുമ്പോഴേക്കും ഈ പെൺകുട്ടിയുടെ മാതാവ് വലിയ കരുതലാണ് ഈ പെൺകുട്ടിയോട് കാണിക്കുക. അവൾ എങ്ങനെയാണ് പുതിയ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചോ, ജോലി കൂടുതലുണ്ടോ, അവൾ എപ്പോഴാണ് കിടന്നത്, എപ്പോഴാണ് എഴുന്നേറ്റത്, നിരന്തരമായി ഫോണിലൂടെ, നമുക്ക് സാങ്കേതിക വിദ്യ വളരെ വലുതായതുകൊണ്ട് നേരിട്ട് കണ്ടും മെസ്സേജിലൂടെയും നിരന്തരമായി ഈ പെൺകുട്ടിയുമായിട്ടുള്ള ഒരു ദൈനംദിന ബന്ധത്തിലായിരിക്കും. അതുകൊണ്ട് ഈ കെയർ വളരെ കൂടുതൽ. ഒരു പെൺകുട്ടിക്ക് ഏറ്റവും ആവശ്യമുള്ളത് എന്താണ്? ഒരു പെൺകുട്ടിക്ക് ഏറ്റവും ആവശ്യമുള്ളത് അവൾക്ക് ശ്രദ്ധ കിട്ടുക എന്നുള്ളതാണ്. പ്രത്യേക ശ്രദ്ധ കിട്ടുക എന്നുള്ളതാണ്. പ്രത്യേക ശ്രദ്ധ എവിടെയാണോ കൂടുതൽ കിട്ടുന്നത് അവിടേക്ക് ചാഞ്ഞു പോകാനുള്ള ഒരു പ്രവണത ഈ പെൺകുട്ടിക്കുണ്ടാവും. അതുകൊണ്ട് പെൺകുട്ടിയുടെ അമ്മ, ഈ പെൺകുട്ടിക്ക് 3-4 സഹോദരങ്ങളുണ്ടെന്ന് വരികിലും സാധാരണ കണ്ടുവരുന്നത് പെൺകുട്ടികൾ സാധാരണ ഇതിലേതെങ്കിലും ഒരാളിനെ അവരുടെ ജീവിതത്തിൻ്റെ റോൾ മോഡലായിട്ട് അവരുടെ ജീവിതത്തിൻ്റെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങൾ ചോദിക്കുന്നതിനുള്ള ഒരു വലിയ ശ്രദ്ധാകേന്ദ്രമായി നിർത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരുടെ ചേച്ചിയോട്, അമ്മയോട് ഒരു വലിയ അടുപ്പം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവർ വലിയ അളവിൽ കെയർ കൊടുക്കുകയും ചെയ്യും. ഈ ഒരു പ്രോസസ്സ് വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ നവദമ്പതികളുടെ ഈ പുരുഷൻ ഈ പെൺകുട്ടിയുടെ ഓരോ കാര്യത്തെപ്പറ്റിയും വളരെ ശ്രദ്ധാലുവും ജിജ്ഞാസുവുമായിരിക്കുന്നത് കൊണ്ട് അവൻ തിരിച്ചറിയും അവളുടെ ഏത് കാര്യവും അവളുടെ അമ്മ പറയുമ്പോഴാണ് കേൾക്കുന്നത്. അവളുടെ ഏത് കാര്യവും അവളുടെ ചേച്ചിയോട് സംസാരിച്ചിട്ട് മാത്രമാണ്, മറ്റ് സഹോദരങ്ങളുണ്ടെങ്കിൽ പോലും അവരോട് സംസാരിക്കുന്നില്ല, ചേച്ചിയോട് സംസാരിച്ച് മാത്രമാണ് തീരുമാനിക്കുക എന്നറിയുമ്പോഴാണ് അവൻ്റെ മനസ്സിൽ അവൻ തിരിച്ചറിയുന്നു, ഞാൻ ഇവളുടെ ജീവിതത്തിൽ നമ്പർ 1 അല്ല, ഒന്നാമത്തെ ആളല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ആളല്ല എന്ന തിരിച്ചറിവ് ഉണ്ടാവും. യാദൃച്ഛികമെന്ന വണ്ണം ഈ ഭാര്യയുടെ വീട്ടിലേക്ക് പോകുമ്പോഴേക്കും ഭാര്യയുടെ അമ്മ പറയുകയാണ്, മോളെ 2 ദിവസം ഇവിടെ നിർത്ത്. അവിടെ അവൻ പറയുന്നു, അമ്മ എനിക്ക് തിരക്കുണ്ട്, അസൗകര്യമുണ്ട്. അത് സാറേ മോൻ പൊക്കൂ, അവളോട് നിൽക്കട്ടെ എന്ന് പറയുന്നത് യാദൃച്ഛികമായി പറഞ്ഞു പോകുന്നതായിരിക്കും. പക്ഷേ അത് ഈ 2 ആളുകളുടെ ജീവിതത്തിൽ ഇൻറ്റിമസി രൂപപ്പെടുന്നതിന് തടസ്സമായി പോകുന്നു. അഥവാ ഈ പുരുഷനെ സംബന്ധിച്ച് ഞാനില്ലെങ്കിലും പ്രശ്നമില്ലാതെ കണ്ട് ജീവിക്കാൻ സാധിക്കുന്ന ഒരു മാനസികാവസ്ഥയിലാണ് തൻ്റെ ജീവിത പങ്കാളി എന്ന തിരിച്ചറിവ് കുറച്ചുകൂടെ ഇൻട്രോവർട്ടായി ഉൾവലിഞ്ഞ് പെരുമാറുന്നതിന് അവനെ പ്രേരിപ്പിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് പലപ്പോഴും വിവാഹ മോചനത്തിലേക്ക് പോലും നയിക്കപ്പെടാവുന്ന ബന്ധം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം അത് ഇടർച്ചയോടുകൂടി പോകുന്നുള്ള കാരണം പെൺകുട്ടിയുടെ അമ്മയ്ക്ക് അവളുടെ സഹോദരങ്ങൾക്കുണ്ടോ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആരാണോ പെൺകുട്ടിയോട് കൂടുതൽ കെയർ കൊടുക്കുന്നത് അവരോട് മരം ചായുന്നത് പോലെ ചാഞ്ഞു പോകുന്നതിന് സ്ത്രീക്ക് ശീലമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവൾക്ക് അത് വസ്തുതാപരമായിട്ട് അവൾ അതിനുള്ള സാധ്യത അവൾക്കുണ്ട് എന്നുള്ളത് കൊണ്ട് കെയർ കൂടുതൽ കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് ഭർത്താവിനേക്കാൾ കൂടുതലായിട്ട് കുടുംബത്തെ സ്നേഹിക്കുന്നത് ഇവർ തമ്മിലുള്ള ബന്ധത്തിന് ഇടർച്ച ഉണ്ടാക്കും എന്നതിന് യാതൊരു സംശയമില്ല. പൊള്ളയായ ബാഹ്യമായി മാത്രം കാണുന്ന ഒരു ബന്ധത്തിലേക്ക് ഇത് മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് എങ്ങനെയാണ് ഈ പ്രത്യേക പരിഗണന പെൺകുട്ടിക്ക് പുരുഷനിൽ നിന്ന് ലഭിക്കണം? അവളെ സ്നേഹിക്കുന്ന പുരുഷനിൽ നിന്ന് ഈ പ്രത്യേക പരിഗണന കിട്ടുന്ന ഒരു സാഹചര്യം രൂപപ്പെടണം. അതിനുള്ള വലിയ ഉത്തരവാദിത്വം പുരുഷൻ്റെയും സ്ത്രീയുടെയും കുടുംബത്തിനുണ്ട്, ഇരുവരുടെയും മാതാപിതാക്കൾക്കുണ്ട്. ഏതർത്ഥത്തിലും എനിക്ക് തുണ എൻ്റെ പുരുഷൻ മാത്രമാണെന്ന്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് കൂട്ട് എൻ്റെ ഭാര്യ മാത്രമാണെന്ന്, ബാക്കിയുള്ളതൊക്കെ അപ്രസക്തമാണെന്ന് ചിന്തിക്കത്തക്ക സാഹചര്യം രൂപപ്പെടുത്തിയെടുക്കുന്നതിന് തീർച്ചയായിട്ടും ഇരു കുടുംബങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ട്. നമ്മുടെ പഴയ മാതാപിതാക്കൾ, പഴയ തലമുറ, ഭാര്യ പിണങ്ങി, മകൾ പിണങ്ങി, ഭർത്താവിനോട് പിണങ്ങി കുടുംബത്തിലേക്ക് പോവുകയാണെങ്കിൽ അവർ ഒരു കാരണവശാലും അത് വകവെച്ച് കൊടുക്കത്തില്ല. മകളുടെ ഭാഗത്താണ് ന്യായം. എങ്കിലും ഭർത്താവ് മാത്രമാണ് നിനക്ക് തുണയെന്ന്, ഭർത്താവില്ലാതെ കണ്ട് വീട്ടിലേക്ക് വരാൻ നിർബന്ധിക്കുന്ന മാതാപിതാക്കൾ, നമ്മുടെ പൂർവ്വ വല്യപ്പച്ചന്മാരും വല്യമ്മച്ചിമാരും എത്ര ഗൗരവത്തോടു കൂടിയാണ്
കെട്ടുറപ്പുള്ള കുടുംബങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുന്നതിന് സഹായിച്ചിട്ടുള്ളത്. രണ്ടാമത്, പുരുഷനെ സംബന്ധിച്ച് അവൻ ഏറ്റവും സ്ത്രീക്ക് കരുതൽ, ഈ പ്രത്യേക പരിഗണന, കെയർ പ്രധാനമായിരിക്കുന്നത് പോലെ പുരുഷന് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? സാധാരണ ആളുകളോട് ചോദിക്കുമ്പോൾ അവർ പറയും പുരുഷന് ഏറ്റവും പ്രധാനപ്പെട്ടത് സെക്സാണ് എന്ന് പറയും. പക്ഷേ ലൈംഗിക ജീവിതത്തിനോ ലൈംഗിക താല്പര്യത്തിനോ കെയറിനോ പുരുഷൻ്റെ ജീവിതത്തിൽ നമ്മൾ കരുതുന്ന അത്രയും പ്രാധാന്യം ഇല്ല എന്നുള്ളതാണ് സത്യം. അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരിഗണന എന്ന് പറയുന്നത് വിജയിക്കാനുള്ള വ്യഗ്രതയാണ്. അവന് സക്സസ്സിന് അവനെ പ്രേരിപ്പിക്കുന്ന ആരാണോ, അവനെ പ്രോത്സാഹിപ്പിക്കുന്ന ആരാണോ, ജീവിത വിജയത്തിൽ അവനെ മുന്നോട്ട് നയിക്കുന്ന ആരാണോ, അവൻ്റെ വളരെ ചെറിയ അച്ചീവ്മെൻറ്റിൽ പോലും അവനെ പ്രോത്സാഹിപ്പിക്കുന്ന ആരാണോ, അവരോട് ചേർന്ന് നിൽക്കാനുള്ള ടെൻഡൻസിയാണ് എപ്പോഴും പുരുഷനുള്ളത്. അല്ലാതെ സെക്സോ കെയറോ അല്ല. സാധാരണ നിലയിൽ ഈ കെയർ കൊടുക്കുന്നത് പുരുഷന് ഇറിറ്റേഷൻ ഉണ്ടാകും, അസ്വസ്ഥ ഉണ്ടാക്കും. മോനെ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അതിങ്ങനെ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് നിരന്തരം ശുശ്രൂഷയ്ക്ക് വേണ്ടി നിൽക്കുന്നത് പുരുഷൻ ഇഷ്ടപ്പെടുന്നില്ല തന്നെ. അവനാവശ്യം അവൻ യോദ്ധാവിനെ പോലെ, വിജയിക്കുന്ന ആളിനെ പോലെ മുന്നോട്ട് പോകുന്നതിന് അവനെ സഹായിക്കുന്ന, പ്രേരിപ്പിക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ്. അത് ഭാര്യ അവൻ്റെ കൂടെ നിന്ന് പ്രോത്സാഹിപ്പിക്കുന്നെങ്കിൽ അവൻ ഭാര്യയിലേക്ക് പതുക്കെ ചാഞ്ഞു നിൽക്കും. അത് അവൻ്റെ അമ്മയാണ് അവനെ പ്രോത്സാഹിപ്പിക്കുന്നവരിൽ അവൻ്റെ അമ്മയിലേക്ക് ചാഞ്ഞു നിൽക്കും. വലിയ കമ്പനികളിൽ എക്സിക്യൂട്ടീവ്സാണ്, അവരുടെ ഓഫീസിലെ സെക്രട്ടറിയാണ് ഇയാളെ നിരന്തരമായി പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് വരികിൽ, വിജയം കൈവരിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുന്നതെന്ന് വരികിൽ തീർച്ചയായിട്ടും സെക്രട്ടറിയിലേക്ക് ചാഞ്ഞു നിൽക്കും. നോക്കുക, ഒരു വിദേശ യാത്ര ചെയ്ത് അല്ലെങ്കിൽ മറ്റൊരു യാത്ര ചെയ്ത് മടങ്ങി വരുന്ന ഉടനെ ഭാര്യയ്ക്ക് വാങ്ങിക്കുന്ന സാരിയേക്കാളും വില കൂടിയ സാരി സെക്രട്ടറിക്ക് വാങ്ങിക്കുന്നെങ്കിൽ തിരിച്ചറിഞ്ഞുകൊള്ളണം, ഈ പുരുഷനെ ജീവിത വിജയത്തിന്, അതിനകത്ത് ലൈംഗികതയുടെ ചുവയൊന്നുമില്ല, ജീവിത വിജയത്തിന് പ്രേരിപ്പിക്കുന്നത്, പ്രോത്സാഹിപ്പിച്ചത് ഈ സ്ത്രീയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പലപ്പോഴും ഭാര്യയുടെ കുടുംബത്തിൽ ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോഴേക്കും, ഭാര്യ ഒറ്റയ്ക്ക് സംസാരിക്കുമ്പോഴും മറ്റ് പുരുഷന്മാരുമായി കമ്പയർ ചെയ്ത് ഈ പുരുഷൻ അത്രയും വിജയിക്കുന്ന ആളല്ല എന്ന ഒരു ധാരണയുള്ള സംസാരമോ പ്രയോഗമോ രീതികളോ ഈ പുരുഷനെ ഈ ഭാര്യയിൽ നിന്നും ഭാര്യയുടെ കുടുംബത്തിൽ നിന്നും ഏറെ അകറ്റും. അത്തരം സംസാരം അവൻ്റെ തന്നെ കുടുംബത്തിൽ നിന്നാണെന്ന് വരികിൽ അവൻ്റെ മാതാപിതാക്കളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും അവൻ ഏറെ അകന്നു പോകുന്നതിന് കാരണമാകും. അതുകൊണ്ട് നമുക്ക് ധാരാളം ഘടകങ്ങൾ സ്ത്രീക്കും പുരുഷനും ആവശ്യമുള്ളതുണ്ട്. ഞാൻ രണ്ട് കാര്യം മാത്രമാണ് ഇവിടെ സൂചിപ്പിച്ചത്. സ്ത്രീയെ സംബന്ധിച്ച് പ്രത്യേക പരിഗണന അവൾക്ക് പ്രധാനമാണ്. അവളെ ആരാണോ കൂടുതൽ പരിഗണിക്കുന്നത് അവരോട് ചാഞ്ഞു നിൽക്കാനുള്ള സാധ്യതയുണ്ടാകും. പുരുഷൻ കൃത്യമായും എല്ലാ കരുതലും ശ്രദ്ധയും അവൾക്ക് കൊടുക്കുന്നതോടുകൂടി തന്നെ അവളുടെ വീട്ടിൽ അവളുടെ അമ്മയും അവളുടെ സഹോദരങ്ങളും അവളുടെ മാതാപിതാക്കളും അവളുടെ കുടുംബജീവിതത്തെപ്പറ്റി അല്പമെങ്കിലും കരുതലുണ്ടെന്ന് വരികിൽ ഈ വലിയ പരിഗണനയും ശ്രദ്ധയും അവൾക്ക് കൊടുക്കരുത്. അവൾക്ക് അറിയാതെ ബോധ്യപ്പെടുത്തി കൊടുക്കണം, നിൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിൻ്റെ ജീവിത പങ്കാളിയാണെന്ന്. നിനക്ക് പ്രത്യേക ശ്രദ്ധ കിട്ടേണ്ടത്, പരിഗണന കിട്ടേണ്ടത്, ശുശ്രൂഷ കിട്ടേണ്ടത്, കരുതൽ കിട്ടേണ്ടത് നിൻ്റെ ജീവിത പങ്കാളിയിൽ നിന്നാണ് എന്ന ബോധ്യം കൊടുക്കുക വളരെ പ്രധാനമാണ്. ഇതിങ്ങനെയാണ് അത് രൂപപ്പെട്ടു വരിക. നല്ല കുടുംബം ശിഥിലമാകാതെ ഒരു ഇൻറ്റിമസി, ഈ ഡോപ്പാമൈൻ പാഷൻ്റെ ഒരു കാലം കഴിയുന്നതിന് മുമ്പ് ഇൻറ്റിമസി രൂപപ്പെടുത്തിയെടുക്കുന്നതിന് പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്കും ആൺകുട്ടിയുടെ മാതാപിതാക്കൾക്കും വലിയ പങ്കുണ്ട്. നമ്മൾ അധിക വ്യഗ്രതയിൽ പെൺകുട്ടിയെ ചേർത്ത് പിടിക്കുന്നതിന് അവളുടെ മാതാപിതാക്കൾ ശ്രമിക്കുന്നത് ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ നിരന്തരമായി ഉണ്ടാകേണ്ട ഇൻറ്റിമസി നഷ്ടപ്പെട്ടു പോകുന്നത് വരികിൽ ജീവിതത്തിൻ്റെ അവസാനം വരെ പുറമേ കാണുമ്പോൾ ഭംഗിയായി നടക്കുന്ന വരികിലും ഉള്ളിൽ മനസ്സടുപ്പമില്ലാത്ത അകൽച്ചയുള്ള ആളുകളായി ഇവർ മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് അവർക്ക് ചെയ്യാവുന്ന, അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണ്, അക്രമമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന യുവസുഹൃത്തുക്കളുണ്ടെന്ന് വരികിൽ വിവാഹത്തിന് ശേഷം ഭർത്താവിനോട് ചേർന്ന് നിൽക്കുന്നതിന്, ഭർത്താവിനെയും ഭാര്യയെയും ഈ വധൂവരന്മാരെ അവരെ പരസ്പരം സ്നേഹത്തിൽ ഈ ഡോപ്പാമൈൻ്റെ ഒരു പ്രവർത്തന ഘട്ടം കഴിയുമ്പോഴേക്കും വലിയ ഇൻറ്റിമസിയിലേക്ക് വളർന്നു വരുന്നതിന് അവരെ സഹായിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ മാതാപിതാക്കൾക്കുണ്ട്. ഈ ഇൻറ്റിമസി രൂപപ്പെടുന്നില്ലെങ്കിൽ, ഇൻറ്റിമസി രൂപപ്പെടേണ്ടത് ഈ ഡോപ്പാമൈൻ്റെ ആ ഒരു സ്വാധീനം കഴിയുന്നതിന് മുമ്പ് മാനസികമായി ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ആ സമയത്ത് ഇൻറ്റിമസി രൂപപ്പെടണം. അതുകൊണ്ട് വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ ഭാര്യ ഭർത്താവിനോട് ചേർന്ന് നിൽക്കണമെന്ന് വരികിൽ
ഭർത്താവ് ഭാര്യയ്ക്ക് വളരെ അളവില്ലാത്ത കരുതൽ, പ്രത്യേക ശ്രദ്ധ കൊടുക്കുന്നതിന് ശ്രദ്ധിക്കണം. നിനക്ക് ഞാനാണ് കൂട്ടെന്ന്. ദുഃഖിച്ചിരിക്കുമ്പോൾ എന്തിനാണ് ദുഃഖിക്കുന്നത്, ഞാനില്ലേ എന്ന് അവളെ ചേർത്ത് പിടിക്കുന്നതിന്, അവളുടെ കുറ്റങ്ങളുടെ ലിസ്റ്റ് എടുക്കുകയല്ല, അവളുടെ വീട്ടുകാരുടെ കുറ്റം പറയുകയല്ല, അവളെ ചേർത്ത് നിർത്തുന്നതിന്. ഈ ലോകത്ത് നിൻ്റെ അച്ഛനോ അമ്മയോ നിൻ്റെ അപ്പനോ അമ്മയോ നിൻ്റെ സഹോദരങ്ങളോ അല്ല, ജീവിതത്തിൻ്റെ അവസാനം ഞാനാണ് നിനക്ക് തുണ എന്നവളെ ബോധ്യപ്പെടുത്തുന്നതിന് വലിയ കരുതൽ കൊടുക്കുന്നതിനുള്ള ഉത്തരവാദിത്വം ഭർത്താക്കന്മാർക്കുണ്ട്. ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന് കരുതലല്ല വേണ്ടത്. ഭർത്താവിന് ഒരുപക്ഷെ സെക്ഷുവലായിട്ടുള്ള ഒരു സാന്നിധ്യവുമല്ല വേണ്ടത്. ഭർത്താവിനെ സംബന്ധിച്ച് നീ ഞാൻ കണ്ട പുരുഷന്മാരിൽ വിജയിക്കുന്ന ആളാണെന്ന്, നിനക്ക് വിജയിക്കാനുള്ള പ്രാപ്തിയുള്ള ആളാണെന്ന്, ഞാൻ കണ്ട മറ്റ് പുരുഷന്മാരൊക്കെ എൻ്റെ കൺമുമ്പിൽ നിൻ്റെ മുമ്പിൽ വളരെ അർത്ഥമില്ലാത്തതും ചെറുതായി പോകുന്നു എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്ത് അനുദിനം വിജയത്തിൽ നിന്നും വിജയത്തിലേക്ക് ഉയർന്നു പോകുന്നതിന് അവനെ പ്രേരിപ്പിക്കുന്ന ഒരു മാനസികാവസ്ഥയിൽ അവനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് മനസ്സുകൊണ്ട് അവൻ ഈ ഭാര്യയോട് ചേർന്ന് നിന്ന് എൻ്റെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാന കാരണം എൻ്റെ ജീവിത പങ്കാളിയാണെന്ന് അവൻ ലോകത്തോട് പറയുന്നത്. ഈ ഒരുമിച്ച് ചേർന്ന ഇൻറ്റിമസിയിൽ നിന്നാണ് നല്ല കുഞ്ഞുങ്ങളുണ്ടാകുന്നത്, നല്ല കുടുംബം രൂപപ്പെടുന്നത്. സ്ത്രീയെ സംബന്ധിച്ച് ബേസിക്കായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള അവളുടെ രീതി ഭയമാണ്. അതുകൊണ്ട് ഭയക്കേണ്ടെന്ന്, നീ എൻ്റെ കരങ്ങളിൽ സുരക്ഷിതയായിരിക്കുമെന്ന്, നിനക്കെന്നെ വിശ്വസിക്കാമെന്ന് ഈ ഒരു ബോധ്യം കൊടുക്കാനുള്ള ഉത്തരവാദിത്വമാണ് പുരുഷനുള്ളത്. പുരുഷനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രശ്നം ഷെയിമാണ്. അവന് നാണക്കേടിൻ്റെ സാഹചര്യം സഹിക്കില്ല. അതുകൊണ്ട് എൻ്റെ മുമ്പിലുള്ള ഏറ്റവും വിജയിച്ച പുരുഷൻ നീയാണെന്ന്, ഓടി പിന്നിലായി പോകുന്ന ആളല്ല നീ, നിനക്ക് വിജയിക്കാൻ കഴിയുന്ന ആളാണെന്ന്, നീ സമർത്ഥനാണെന്ന്, കഴിവുണ്ടെന്ന്, പ്രാപ്തി ഉണ്ടെന്ന്, നിനക്കേറെ നന്മയും മേന്മയും ഉണ്ടെന്ന് നിരന്തരം പറയുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഭാര്യ, ഇത് രൂപപ്പെടുമ്പോഴാണ് വലിയ വ്യത്യാസം ഉണ്ടാവുക. ഈ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള പ്രധാനപ്പെട്ട മറ്റൊരു വലിയ പ്രത്യേകതകളും കൊച്ചു കുഞ്ഞുങ്ങളെ നോക്കിയാൽ അറിയാം. അവർക്ക് കൊച്ചു പെൺകുഞ്ഞുങ്ങൾക്ക് അവരെ തൊടുന്നത് ഇഷ്ടമാണ്, സ്ത്രീയെ താലോലിക്കുന്ന ഇഷ്ടമാണ്. അവൾ തൊടുക എന്ന് പറയുന്നത് അവൾ ഏറെ സന്തോഷിക്കുമ്പോൾ പുരുഷന് ദേഹത്ത് തൊടുന്നത് ഇഷ്ടമില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചെറിയ വ്യത്യാസങ്ങൾ ഇവർ തമ്മിലുണ്ട്. അതുകൊണ്ട് ഈ സ്ത്രീയെ പുരുഷൻ ചേർത്ത് പിടിക്കുമ്പോൾ, നിനക്ക് ഞാനുണ്ടെന്ന് പറയുമ്പോൾ, ധൈര്യമേരിക്കാൻ പറയുമ്പോൾ, എൻ്റെ കരങ്ങളിൽ നീ സേഫായിരിക്കും, സുരക്ഷിതയായിരിക്കും എന്ന് പറയുമ്പോൾ, ഞാൻ കണ്ട പുരുഷന്മാരിൽ ഏറ്റവും പരിചയപ്പെട്ടതിൽ, ലോകത്തുള്ളതിൽ ഏറ്റവും പ്രഗത്ഭൻ നീയാണെന്ന്, വിജയിക്കാൻ കഴിയുന്നവനാണെന്ന്, നിനക്കേറെ നന്മകളുണ്ടെന്ന്, മേന്മയുണ്ടെന്ന് പുരുഷനെ ബോധ്യപ്പെടുത്തുമ്പോഴാണ് പരസ്പരം ചേർന്ന് ഒരു വലിയ സൗഹൃദത്തിൽ, ജീവിതത്തിൻ്റെ അവസാനം വരെ നീണ്ടു നിൽക്കുന്ന സൗഹൃദത്തിൽ പോകുന്നതിന് നമുക്ക് സാധിക്കുക, ദമ്പതികൾക്ക് സാധിക്കുക. തീർച്ചയായിട്ടും ഈ കുടുംബം കെട്ടിപ്പടുത്തി എടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഇൻറ്റിമസിയിലേക്ക്, ജീവിതത്തിൻ്റെ അവസാനം വരെ പോകുന്ന ഒരു ആത്മബന്ധത്തിലേക്ക് കടന്നു വരുന്നതിന് സാധിക്കട്ടെ. ദൈവം നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഏറെ നന്ദി.